ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇതാ നമ്മളിന്ന് കൂണ് കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സാധാരണ കൂണ് കിട്ടിയാൽ എന്താണ് ചെയ്യാറ്? നമ്മൾ തോരൻ വയ്ക്കും, അല്ലെങ്കിൽ ചാറുകറി വയ്ക്കും, ഇങ്ങനെയൊക്കെയല്ലേ. അപ്പം ഇനി ഇതൊന്നുമല്ല, ഇന്ന് നമ്മൾ ചെയ്തിരിക്കുന്നത് മഷ്റൂം 65 ആണ്. നല്ല ടേസ്റ്റിയാണ്, അടിപൊളിയാണ്. എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാൻ പറ്റും, വെറുതെ വേണേലും ഇരുന്ന് കഴിക്കാൻ പറ്റും, ചായയുടെ ഒക്കെ കൂടെ ആണെങ്കിലും അടിപൊളി കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അതാ ഞാനിവിടെ മുട്ടക്കൂടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വാങ്ങിയതാണേ. എന്നാൽ പിന്നെ ഇതിനെ ഉണ്ടല്ലോ ഒരു 15 മിനിറ്റ് ഞാനിവിടെ ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ടിട്ടുള്ള വെള്ളത്തിലായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് നല്ല അണുക്കളൊക്കെ ഉണ്ടാവുമല്ലോ. എന്നാൽ പിന്നെ അതിനെയൊക്കെ ഒന്ന് കളയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുതിർത്തിട്ടിരുന്നത് കേട്ടോ. എന്നാൽ ഇനിയിപ്പോൾ നമുക്ക് എന്നെ ഒന്ന് ക്ലീൻ ചെയ്താലോ. എല്ലാവർക്കും തന്നെ അറിയാം, എന്നാലും ഇതാ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത്. അതായത് അതിൻ്റെ ആ ഒരു തണ്ടങ്ങ് മുറിച്ചെടുത്തിട്ട് അതിൻ്റെ തൊലി നമ്മുടെ ആ കൈയുടെ നഖം വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് പൊളിച്ച് കളഞ്ഞെടുക്കാവുന്നതേ ഉള്ളൂ. വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അതാ ഇതുപോലെ എല്ലാവർക്കും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ അകത്തെ ഒരു സാധനം ഉണ്ട്, ഒരു കറുത്തിട്ട് പോലെ ഇരിക്കും. അതും കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കളയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഇതെല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാവേ. അപ്പോൾ നമ്മുടെ കൂണെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിനെ ഒന്ന് പീസാക്കി എടുക്കണം. അതായത് ഞാനിവിടെ വലിയ കൂണുകളെല്ലാം 6 പീസായിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ചെറുതിനെയെല്ലാം 4 ആയിട്ടൊക്കെയാണ് എടുത്തിരിക്കുന്നത്. അതിപ്പോൾ അവനവൻ്റെ ഇഷ്ടമാണ്. എന്നാൽ പോലും ഈ ഒരു വലിപ്പത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത് കഴിയുമ്പം ആവശ്യത്തിനുള്ള വലിപ്പം കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിലുണ്ടല്ലോ അതിൻ്റെ അകത്ത് ഈ കൂണിലെല്ലാം കൂടുതലും തന്നെ വെള്ളമല്ലേ. വെള്ളമാകുമ്പോൾ അതങ്ങ് വലിഞ്ഞു പോയിക്കുമ്പോൾ കുഞ്ഞു കഷ്ണങ്ങളായിട്ടേ കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മളതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്, മല്ലിപ്പൊടി 1 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് 1 ടീസ്പൂൺ വെച്ച് നമ്മുടെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ മൈദയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കോൺഫ്ലോർ കൂടി ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഇത്തിരി കളറിന് വേണ്ടിയിട്ട് നമ്മളൊരു 1/2 ടീസ്പൂൺ നമ്മുടെ കാശ്മീരി മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. ആ പൊടികളെല്ലാം കൂടെ ഒന്ന് റെഡി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് കേട്ടോ. അതായത് കൂണിനും കൂടി ആവശ്യത്തിനുള്ള ഉപ്പാണ് നമ്മളിവിടെ ഇട്ട് കൊടുത്തേക്കുന്നത്. അതെല്ലാം കൂടെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അങ്ങനെ അതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് പേസ്റ്റും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി സ്വല്പം വെള്ളം കൂടെ ഒഴിച്ച് നമുക്കതെല്ലാം കൂടെ ഒന്ന് കുറുക്കിയ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് ലൂസായി പോവല്ലേ. ലൂസായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കാൻ നേരത്ത് അത് വല്ലാണ്ട് അങ്ങ് എന്താ പറയുക, അതിൻ്റെ മിക്സ് എല്ലാം ഒന്ന് റെഡിയായി കിട്ടണം എന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലക്കൂട്ടുകളെല്ലാം ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂണുകളെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാവേ. ഇനി ഇതെല്ലാം കൂടെ കൂട്ടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് എടുത്ത് വയ്ക്കണം. നല്ല രീതിയിൽ തിരുമ്മി എടുക്കണം. ഒരുപാടങ്ങ് പീച്ച് കളയരുതേ. പീച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് വല്ലാണ്ടായി പോവും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നല്ലതായിട്ട് മിക്സ് ചെയ്ത് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതൊന്ന് പിടിച്ചോട്ടെ കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് നല്ല എണ്ണയ്ക്കകത്തോട്ട് ഇത്ര എണ്ണ ഒഴിച്ചത് കൂടി പോയെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഫ്രൈ ചെയ്യാനായതുകൊണ്ട് സാരമില്ല. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വന്നു കഴിഞ്ഞപ്പോൾ ആദ്യമൊക്കെ ഓരോന്നൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ പതുക്കെ നമ്മുടെ ഈ ചിപ്സൊക്കെ ഇടുകയല്ലേ, നമ്മുടെ വാഴയ്ക്ക വറക്കാനായിട്ട് ഇടില്ലേ എന്ന് പറഞ്ഞ പോലെ തെരോന്നങ്ങ് ഇട്ട് കൊടുത്തേച്ചു കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും നല്ല കൊമുളകളൊക്കെ ഇങ്ങ് വരികയല്ലേ. അത് മൂത്ത് വരുന്ന സമയത്ത് കൊമുളകളെല്ലാം തീർന്നു വരും. അപ്പോൾ ഇട്ട് കൊടുത്ത് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം കേട്ടോ. നമുക്കൊരു മീഡിയം ഫ്ലെയിമിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. കുഴപ്പമൊന്നുമില്ല, കരിഞ്ഞൊന്നും പോകത്തൊന്നുമില്ല. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ നമുക്കൊന്ന് ഫ്ലെയിം നോക്കണമെന്ന് മാത്രം. അപ്പോൾ അതാ കണ്ടോ, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് കോരി നമ്മളെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. ഞാനൊരു 3 തവണയായിട്ടാണ് ഇതുപോലെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത് ഇട്ട് കൊടുക്കുമ്പോഴും എണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ. ഇല്ലെങ്കിൽ പാതി വെന്ത് എന്താ പറയുക, നല്ലൊരു ക്രിസ്പി ആയിട്ട് ശരിക്കും നമുക്ക് കിട്ടണം എന്നില്ല. എണ്ണ നല്ല ചൂടായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇല്ലെങ്കിലുണ്ടല്ലോ അതങ്ങ് തണുത്ത് കഴിയുമ്പോൾ അതങ്ങ് വല്ലാണ്ടായി പോവേ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ജീവനില്ലാത്ത പോലെ ആയി പോകും. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇതാ ഞാനൊരു 2ാമത്തെ ട്രിപ്പും ഇതുപോലെ തന്നെ വരി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചുകൂടി ഉണ്ട്, അതും കൂടി ഒന്ന് റെഡിയാക്കി നമുക്ക് വേഗം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നോക്കിയേ, നമ്മുടെ മഷ്റൂം 65 അടിപൊളിയല്ലേ കാണാൻ മാത്രമല്ല കഴിക്കാൻ
കഴിക്കാനും. ഇനിയിപ്പം നമ്മളെ സൗത്ത് ഇന്ത്യൻ തനിമയോട് കൂടി എടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്താൽ മതി. നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലൊക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതാ ഇത് സോസൊക്കെ കൂട്ടി കഴിക്കാനാണെങ്കിലും അടിപൊളിയാണ്. അതുപോലെ ഇച്ചിരി എരിവിനൊക്കെ വേണമെങ്കിൽ ഒരു മുളകൊക്കെ കടിച്ച് അതിൻ്റെ കൂടെ കുറച്ച് സവോളയൊക്കെ കടിച്ച് കഴിക്കാനാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. കറിക്ക് മാത്രമല്ല വെറുതെ ഇരുന്ന് കഴിക്കാനും ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കഴിക്കാനെങ്കിലും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ഹൈപ്പും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. ടാറ്റാ.